എന്നിട്ട് ഇവർ സുജൂദിലായിരിക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, വഖാല യാ അബതി, വഖാൽ അദ്ദേഹം പറഞ്ഞു, യാ അബതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നല്ല അർത്ഥം, എൻ്റെ പൊന്നു പിതാവെയാണ്. സ്നേഹത്തോടെയുള്ള വിളിക്കാണ് യാ അബതി. വിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ കുറേ വിളികളുണ്ട്. അപ്പം ഇതേ അദ്ദേഹത്തിൽ തന്നെ യാക്കൂബ് നബിയെ യൂസുഫ് നബി മുമ്പ് വിളിച്ചതുണ്ട്, കിനാവ് കണ്ട സമയത്ത് ചെറുപ്പത്തിൽ. ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം വത്തഖദല്ലാഹ ഇബ്രാഹിമ ഖലീല, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് ദഅവത്ത് നടത്തിയത് ഖുർആനിലുണ്ട്. തൻ്റെ പിതാവിനെ വിളിച്ചത് എന്താണ്? കാഫിറായ, മുശ്രിക്കായ, അതിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരനായ ആസർ എന്ന് പറയുന്ന തൻ്റെ പിതാവിനെ അദ്ദേഹം വിളിച്ചത് യാ അബതി എന്നാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുള്ളത് കാഫിറുകളോട് ഒരു തരത്തിലുള്ള ബഹുമാനവും സ്നേഹവും പാടില്ല എന്ന്. മാനുഷികമായ സ്നേഹം എല്ലാവരോടും പറ്റും. അത് ആരിഫ് ഹുസൈനോടും പറ്റും, അത് നമ്മുടെ നാട്ടിലെ കാഫിറുകളോടും പറ്റും, എല്ലാവരോടും പറ്റും. ആദർശത്തിൽ എന്തില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ നമ്മൾ ചില ആളുകളെ സംസാരം കേട്ടാൽ കാഫിറുകളെ കണ്ടാൽ തിരിഞ്ഞു നടക്കണം, ഓലോട് മിണ്ടരുത്, ചിരിക്കരുത് എന്നൊക്കെയുള്ള ഒരു കഠിനമായ നിലപാട് ചില ആൾക്കാർക്ക് ഉണ്ടത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയപ്പോൾ വഴികാട്ടിയായി സ്വീകരിച്ചതൊരു മുസ്ലിമിനെ അല്ല കേട്ടോ, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീസ് എന്ന് പറയുന്ന കാഫിറിനെയാണ്. കാഫിറുകളോടൊരു ബന്ധം പറ്റില്ല, ആളെ കൂട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 42 കൊല്ലം വളർത്തിയതൊരു കാഫിറാണ്, പേര് അബൂ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സമയത്ത് അവിടുത്തെ പടയം വെച്ചത് കാഫിറിന്റെ വീട്ടിലാണ്. ഇടപാടുകൾ. ഇബ്രാഹിം അലൈഹിസ്സലാം കാഫിറായ ഉപ്പാനെ വിളിച്ചത് യാ അബതി എന്നാണ്. ഉപ്പ എന്നല്ല വിളിച്ചത്, പിന്നെയോ യാ അബതി, എൻ്റെ പൊന്നു പിതാവേയാണ്. നമ്മളെ നാട്ടിലുള്ള ഏത് മതസ്ഥരോട് നമുക്ക് എന്തു വേണം? മാനുഷികമായിട്ടുള്ള സ്നേഹം, നമ്മുടെ ഇടപെടലുകളൊക്കെ നല്ലതാവണം. പക്ഷെ ഒരു മുസ്ലിമിനോടുള്ള സ്നേഹമല്ല മറ്റുള്ളവരോടുണ്ടാവും. മുസ്ലിമിനോട് നമുക്ക് ഒന്നുകൂടി ബന്ധം കൂടും. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളായ നമ്മളാരാണ്? പരസ്പരം ഇഖ്വ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളാണ്. ഇരിക്കട്ടെ. എന്തായാലും യാക്കൂബ് അലൈഹിസ്സലാമയെ തൻ്റെ മകൻ യൂസുഫ് വിളിച്ചതെന്നാണ്. മക്കളോടൊക്കെ ഞാൻ പറയണേ, നമ്മുടെ ജീവിതത്തിലെ നമ്മളാക്കി മാറ്റിയത് നമ്മുടെ ഉപ്പയാണ്. ആ ഉപ്പാനെ പല ആളുകളും, ചില ഉപ്പാർക്കൊക്കെ സ്റ്റാറ്റസ് വെക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട്. എന്തേ? ഉപ്പാനെ കുറിച്ചുള്ള പാട്ടും ഉപ്പ കൊണ്ട വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ എന്നൊക്കെ മക്കളെ അറിയിക്കാൻ സ്റ്റാറ്റസ് വെക്കേണ്ട അവസ്ഥയൊക്കെ ചില ഉപ്പാർക്കുണ്ട്. നേരിട്ട് പറയാനൊരു മടി. എന്നാലും ചില ഉപ്പാർ പറയും എൻ്റെ കുട്ടികൾക്ക് എന്നോട് സ്നേഹമല്ല അല്ലേ? ആ വാക്ക് നമ്മൾ പറയിപ്പിക്കരുത്. കാരണം ആ ഉപ്പ കൊണ്ട വെയിൽ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ തണൽ. മരണപ്പെട്ടു പോയ പിതാക്കളുണ്ടെങ്കിൽ അവരെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അവരോട് ചെയ്യുന്ന വലിയ ഒരു നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മരണാനന്തരം മാതാപിതാക്കളോടുള്ള സുഹൃതങ്ങളിൽപ്പെട്ട ഒന്നാണ് അവരുടെ പഴയ കൂട്ടുകാരന്മാരെ ആദരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ കേട്ടോ, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്തായാലും എന്താണ് ഉപ്പാനെ വിളിച്ചത്? യാ അബതി എന്നാണ്. ആ സുജൂദ് ചെയ്ത സന്ദർഭത്തിൽ യൂസുഫ് നബി പറഞ്ഞെന്താണ്? പൊന്നുപ്പ, ഹാദാ തഅ്വീൽ റുയായ മിൻ ഖബൽ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇത് നമ്മൾ മുമ്പ് കണ്ട സ്വപ്നത്തിൻ്റെ പുലർച്ചയാണെന്ന് പറഞ്ഞു. എന്തൊരു കൃത്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഈ അധ്യായങ്ങളും വചനങ്ങളും അല്ലേ? ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 50 വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട്. 7ാമത്തെ വയസ്സിൽ യൂസുഫ് എന്ന് പറയുന്ന കുട്ടി കണ്ട കിനാവാണ് 11 നക്ഷത്രങ്ങൾ തൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. സ്വപ്നങ്ങളൊക്കെ ചിലത് പുലരും. വഹീന്റെ പല അംശങ്ങളിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ കാണുന്ന നല്ല സ്വപ്നങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? വഹീ ഇനി ഇറങ്ങൂല എന്നാണ്. അവസാന സമയത്ത് എന്താ പറഞ്ഞത്? എൻ്റെ വഫാത്തോടു കൂടി ഇനി ഭൂമിയിലേക്ക് ജിബ്രീൽ എന്തുമായി വരൂല? വഹി വരൂല.
പക്ഷെ ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് അതേ ഹദീസിൽ പറഞ്ഞു. ഇനി നിങ്ങൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ് ബാക്കിയുള്ളതെന്നാണ്. ചീത്ത സ്വപ്നങ്ങൾ ഒരിക്കലും പുലരൂല. ചില ആളുകൾ നമ്മോട് പറയാറുണ്ട്, ഉസ്താദ് കുറച്ചു ദിവസമായിട്ട് കാണുന്നത് എൻ്റെ മരണം തന്നെയാണെന്ന് പറയും. അല്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ മരിക്കാനയക്കണോ എന്നാണ് ചില ആൾക്കാർ ചോദിക്കണത്. ഇപ്പൊ നമ്മൾ കിനാവ് കാണുന്നു വേണ്ട മരിക്കാൻ, അല്ലെങ്കിൽ മരിക്കും കേട്ടോ. ചില ആളുകൾ പറയാറുള്ളത് പുലർച്ചെ കാണുന്ന കിനാവുകൾ പുലരുമെന്നാണ്. പുലർച്ചെ കാണുന്ന സുബഹിക്ക് അല്ലെങ്കിൽ രാവിലെയൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ പുലരും. അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ്, അതിനൊന്ന് അസലില്ല. പക്ഷെ നല്ല സ്വപ്നങ്ങൾ അത് ഇനി പകല് കണ്ടാലും രാത്രി കണ്ടാലും ചിലപ്പോൾ പുലരാം, ചിലപ്പോൾ പുലർന്നു വരില്ല. ഇവിടെ പുലർന്ന സംഭവമാണ് നമ്മൾ കണ്ടത്. 7-ാം വയസ്സിൽ യൂസുഫ് നബി കണ്ട സ്വപ്നം എന്താ? 11 നക്ഷത്രങ്ങൾ തൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതാണ്. സൂര്യനും ചന്ദ്രനും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നതാണ്. 40 ചില്ലാനം കൊല്ലങ്ങൾക്കപ്പുറത്താണ് ഈ സ്വപ്നം പുലരുന്നത്. എങ്ങനെ? ആരാണ് ഈ 11 നക്ഷത്രങ്ങൾ? അദ്ദേഹത്തിന്റെ 11 ബ്രദേഴ്സ്. ആരാണ് ഈ സൂര്യനും ചന്ദ്രനും? അദ്ദേഹത്തിന്റെ ഉപ്പ ഉമ്മ. ഇവർ സുജൂദ് ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള സംഭവം അനുഭവിക്കാൻ 40 കൊല്ലത്തിലധികം കാത്തിരിക്കേണ്ടി വന്നു. ആർക്ക്? യൂസുഫ് നബി അലൈഹി സ്വലാമൊക്കെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നാൽ അദ്ദേഹം അത് പച്ചക്കാണ് പറയണത്, യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, ഹാദാ തഅ്വീലു റുഅയായ മിൻ ഖബൽ, മുമ്പ് കണ്ട, പണ്ട് കണ്ട സ്വപ്നല്ലേ, ആ സ്വപ്നത്തിന്റെ പുലർച്ചയാണിത്. എന്നിട്ട് ഈ സ്വപ്നം തന്നെ കാണിപ്പിച്ചതും ഈ സ്വപ്നം ഇങ്ങനെ പച്ചക്ക് യാഥാർത്ഥ്യമാക്കി തന്നതും ആരാണ്? അല്ലാഹുവാൻ. ആ അല്ലാഹുവിനെ അദ്ദേഹം ഓർക്കുകയാണ്. ഖദ് ജഅലഹ റബ്ബി ഹഖ. യൂസുഫ് നബി ഇപ്പൊ നിൽക്കണ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. മിസ്ർ എന്ന് പറയുന്ന അന്നത്തെ അറിയപ്പെട്ട കമ്പോളത്തിന്റെ രാജ്യത്തിന്റെ വലിയ നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണ് യൂസുഫ് അലൈഹി ഇസ്ലാം. മാത്രമല്ല പ്രവാചകനാണ്, സൗന്ദര്യത്തിന്റെ ആൾരൂപമാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു മനുഷ്യന്റെ ദുനിയാവ് കിട്ടേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം സൗന്ദര്യം കൂടെ അധികരിച്ചിട്ടേ സുന്ദരിമാരായ പെണ്ണുങ്ങളൊക്കെ ശയനത്തിൽ ഏർപ്പെടാൻ വന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതാണ് ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ എല്ലാം കിട്ടിയിട്ടും വിനയം കാണിച്ചു. ചില ആളുകൾക്ക് 2-5-6 സിക്സ് പാക്ക് ഉണ്ടാക്കുമ്പോഴേക്ക്, ഒരു മസിലൊക്കെ ഒന്ന് വിടരുമ്പോഴേക്ക്, അല്ലെങ്കിൽ കുറച്ച് സമ്പത്തങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, ഒരു 5-6 മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക്, ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ചാല്, ഒരു റോൾസ് റോയ്സ് കാറിലൊക്കെ പോയാല് പിന്നെ നമ്മളെ മുമ്പിൽ എന്ത് ചെയ്യണം? ഇപ്പം ഇന്നലെ മുസ്തഫ മദനി പറഞ്ഞില്ല, കറങ്ങനെ കസേരയിൽ ഇരുന്നാല് ചില ആൾക്കാരെ നിലപാടൊക്കെ മാറുന്നേ. ആ ഒരവസ്ഥ നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ല കേട്ടാ. ഉയരങ്ങളിലെത്തിയാലും ഒരു മാവിൻ കൊമ്പിൽ 100 കണക്കിന് മാമ്പഴങ്ങൾ ഉണ്ടായാൽ ആ കൊമ്പ് പൊന്തി കിബറ് കാണിക്കല്ല ചെയ്യുക, താഴ്ന്നു നിൽക്കും അല്ലെ? അതുപോലെയാണ് ഇൽമു കൂടുന്തോറും അനുഗ്രഹങ്ങൾ കൂടുന്തോറും വിനയത്തിന്റെ ആളുകളായി മാറും. മൻ തവാലഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരാണോ അല്ലാഹുവിന് വേണ്ടി വിനയാന്വിതരായി ജീവിക്കുന്നത്, ആളുകൾ അവരെ കളിയാക്കലും പടച്ചോനോല ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിനയപ്പെടുന്നുണ്ടോ, അള്ളാഹു നമ്മളെ ഉയർത്തും. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഇരുത്തത്തിലും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുമ്പോഴൊന്നും കിബറിന്റെ അടയാളങ്ങൾ പ്രത്യേകിച്ച് സലഫികളിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം വിനയം അത്രമേൽ പ്രതിഫലമുള്ള ഒരു നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെന്താ? ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ സദസ് അവസാനിക്കുന്നിടത്ത് പോയിരുന്നയാളാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയോ, മക്കയുടെ മണ്ണിൽ നിന്ന് നബിയെ കാണാൻ 400 ചില്ലാനം കിലോമീറ്ററുകൾ താണ്ടി ഒരു വ്യക്തി വന്നപ്പോൾ ആ വ്യക്തി ഒരു ശത്രുവായിരുന്നു. പ്രവാചകനെ വേറെ ചില രൂപത്തിൽ കാണാനും ഇടപെടാനും വേണ്ടി വന്നതാണ്. മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ നിന്നിട്ട് ആ പള്ളിന്റെ ഉള്ളിക്ക് നോക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായി, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചു. എല്ലാവരും കൂടിയിരിക്കുമ്പോൾ നബി ആരാന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. സദസ് അവസാനിക്കുന്നിടത്ത് പോയിരിക്കുക. അവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞില്ലേ, മാംസം തിന്നുന്നൊരു സ്ത്രീയുടെ ഒരു ഉപ്പയുടെ മകനാണ് ഞാനും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഒരു മീറ്റിംഗ് കൂടെയാണ്. ആ മീറ്റിംഗിൽ ഒരു ചോദ്യം, മക്കയിലെ മുശ്രിക്കുകൾ മദീന മണ്ണിലേക്ക് കടന്നു വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തും സ്വഹാബികളോട് കൂടിയാലോചിച്ചിട്ടല്ലാതെ ചെയ്യാറില്ല. അതൊരു നല്ല നേതാവിന്റെ ക്വാളിറ്റിയാണ് അല്ലേ? ഒരു കിബറിന്റെ അടയാളം എന്താ പറയുക? സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഒരു കിബർ തന്നെയാണ്.
വിശുദ്ധ ഖുർആനിൽ ശൂറ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ശൂറ, ഷുഅറാവുമുണ്ട്, ഷൂറയുമുണ്ട്. ഷുഅറ എന്ന് പറഞ്ഞാൽ കവികൾ എന്നാണ് അർത്ഥം. ശൂറ എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റിംഗ്, കൂടിയാലോചന. നമ്മുടെ പള്ളിയിൽ നമ്മൾ ഈ ചെറിയ കാലയളവിൽ എത്ര മീറ്റിംഗ് കൂടി അല്ലേ? എന്തിനാണ് നമ്മൾ മീറ്റിംഗ് ഒക്കെ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് അതിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു അഭിപ്രായമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഏത് സംരംഭങ്ങളെയും വിജയിപ്പിക്കുക. ഇപ്പം ഇന്നലെ മുസ്തഫ മദനി പീസ് റേഡിയോനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊക്കെ ഫോണിലുണ്ടാവും. പീസ് റേഡിയോ ഒരു മീറ്റിംഗിൽ, സ്റ്റേറ്റ് മീറ്റിംഗ് കൂടിയപ്പോൾ ആരോ ഒരാളെ തലയിൽ വന്നൊരു അഭിപ്രായമാണ്. ഇന്ന് അതിൻ്റെ ശ്രോതാക്കൾ ലക്ഷക്കണക്കിനാണ്. ഇതിൻ്റെയൊക്കെ കൂലിയ മനുഷ്യനെ കിട്ടുക. ആ വ്യക്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയാം. കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ഇളക്കി മറിച്ച ദഅവാ സംരംഭമായിരുന്നു സാൽവേഷൻ. ഓർമ്മ ഉണ്ടാവും. അത് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്റെ തലയിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞൊരു മീറ്റിങ്ങിലൂടെ പാസ്സാക്കിയാൽ നടപ്പിലായുണ്ടല്ലോ, അത് വലിയ പുണ്യാണ് കൂട്ടര്. അങ്ങനെ മീറ്റിംഗ് കൂടുകയാണ്. എന്താ മീറ്റിങ്ങിൽ അജണ്ട അറിയോ? നബിയുടെയും സഹാബികളുടെയും. നമ്മൾ മദീനയിലേക്ക് മക്കക്കാരായ ശത്രുക്കൾ കടന്നു വരായി കുറേ അഭിപ്രായങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു. അതിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അത് പറയണതിനറിയോ? നബിൻ്റെ വിനയം പറയാനാണ്. സൽമാൻ അൽ ഫാരിസി എന്ന് പറഞ്ഞ സഹാബി ഉണ്ടായിരുന്നു. വെളുത്തവനായ സുന്ദരനായൊരു സഹാബിയായിരുന്നു അദ്ദേഹം, അല്ലേ? സഹാബികളൊക്കെ എന്തായാലും ദുനിയാവൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പരലോകത്ത് ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ. എല്ലാവരും കാണും. എന്തായാലും ഇരിക്കട്ടെ. എന്തായാലും അവരൊക്കെ കാണാനും ഓരോ കൂടെ സ്വർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് വലിയ പുണ്യാണ് കേട്ടോ. നമ്മളൊന്ന് വിചാരിച്ചാൽ ഒരുപാട് ഉന്നതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? സൽമാൻ അൽ ഫാരിസി പറഞ്ഞെന്താണ്? മദീനയുടെ ബൗണ്ടറികളിലൂടെ നമുക്ക് ചാല് കീറാം എന്നാ പറഞ്ഞു, കിടങ്ങ് കീറാം. അവരുടെ ഒട്ടകം, കുതിര അവിടെ നിന്ന് തുള്ളിയാൽ ഇപ്പുറത്തേക്ക് എത്തരുത്, അങ്ങനെ താഴവും വീതിയുമുള്ള കുഴികൾ കുഴിക്കാന്ന് പറയുന്നത്. അങ്ങനെ അവര് ആ അഭിപ്രായം അല്ലാഹു അക്ബർ പറഞ്ഞ് പാസ്സാക്കിയിട്ട് അവരെല്ലാവരും അത് നിർവഹിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഓലക്കൂടെ കളക്കാനും മണ്ണ് മാന്താനും കൂടിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിനയമില്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ ഓലക്കൂടെ ഓരോട് പറഞ്ഞ പോലെ ചെയ്യും. നബി കൂടെ കൂടി കൊടുത്തു കേട്ടോ, കൂടെ കൂടി കൊടുത്തു. മാത്രമല്ല വിശപ്പ് സഹിക്കാതെ സഹാബികൾ അത് ചെയ്തുകൊണ്ടിരിക്കും പോലെ വയറ്റത്ത് കല്ലുവെച്ച് കെട്ടിയങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് നബിനോട് വന്ന് സങ്കടം പറയാം, അബി എന്ത് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് പറയാം. കാരണം നബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വയറ്റത്ത് 2 കല്ല് വെച്ച് വെട്ടിയത് കാണിച്ചു കൊടുത്തതാണ്, അല്ലേ? എന്തിനാണ്? വിശപ്പ് സഹിക്കുക. അതപ്പോൾ സഹാബികൾ പറഞ്ഞെന്താണ്? മുത്ത് റസൂലുള്ളാഹിന്റെ വയറ്റിൽ 2 എണ്ണാണെങ്കിൽ നമ്മളെടുത്തൊക്കെ ഒന്നുള്ളൂ, നമ്മളെക്കാളും വിശപ്പാർക്കുണ്ട്, നബിതങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓല് വീണ്ടും പണി തുടങ്ങിയില്ല. അങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ്. ഒരു കരിമ്പാറയിൽ അവരുടെ പിക്കാസ് ചെന്ന് കൊള്ളുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേയേട് കുഴിക്കുകയും ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് കുഴിക്കാനും പറ്റാത്തൊരു പാറ ഉണ്ടല്ലോ, ചില കിണറൊക്കെ കുഴിക്കുമ്പോൾ. ഇന്ന് പിന്നെ പൊട്ടിക്കാനുള്ള സംവിധാനമുണ്ട്. അന്ന് മനുഷ്യൻ്റെ മാൻ പവർ തന്നെ ഇടപെടണം. സഹാബികൾ ഇങ്ങനെ പറഞ്ഞു, എന്നാ നബി നമുക്ക് നിർത്തിയാലോ, വേറെ റൂട്ടിന് കളച്ചാലോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എവിടെയാണ് ഹാമർ, അല്ലേ? ഞാനൊന്ന് മേടിയോക്കട്ടെ എന്ന് പറഞ്ഞു. ബിസ്മി ചൊല്ലി അതിൻ്റെ മണ്ടക്ക് 2 കൊത്തൂട്ടിയപ്പോൾ അത് 12-18 പീസായി തെറിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? അതിൽ നിന്ന് പൊന്തിയ സ്പാർക്കിൽ റസൂലുള്ളാഹിക്ക് ചില വഹീകളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സഹാബികളുടെ കൂടെ ഇറങ്ങി അധ്വാനിച്ചു, അവരുടെ കൂടെ ഇരുന്ന്, അല്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്നത് മദീനയിലെ മിസ്കീന്മാരെയാണ്. അവരുടെ പ്രയാസങ്ങളൊപ്പാൻ, കൂടെ നടക്കാൻ ഒരു നല്ല വിനയമുള്ള, അല്ലേ? ഇതൊക്കെ എവിടുന്ന് കിട്ടിയതറിയങ്ങള്? മുൻകാല പ്രവാചകന്മാരുടെ വലിയ നന്മയാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹിൻ്റെ മുമ്പിൽ വിനയപ്പെടും. ഖദ് ജഅലഹ റബ്ബി ഹഖ, എൻ്റെ റബ്ബ് പറഞ്ഞത് ഇതാ യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. എന്താ റബ്ബ് പറഞ്ഞത്? സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സുജൂദ് ചെയ്യുമെന്നുള്ള ഒരു കിനാവിൻ്റെ വാഗ്ദാനം അത് അല്ലാഹു പുലർത്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വഖദ് അഹ്സന ബി, തീർച്ചയായും എനിക്ക് എൻ്റെ റബ്ബ് നന്മ ചെയ്തിരിക്കുന്നതാണ്, സുഹൃതങ്ങൾ ചെയ്തിരിക്കുന്നു, അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് അനുഗ്രഹം? ഇത് അഖ്റജനി മിന സിജിൻ, സിജിനിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ. സിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജയിൽ, അല്ലേ? പ്രിസൺ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗം ജയിലിലായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിൻ്റെ ജയിലിൽ കിടന്നു, അല്ലേ?
ഇബ്നു തൈമിയ പറയുന്നത്, നിങ്ങൾ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ അതെനിക്കൊരു ടൂറാണെന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് ഞാൻ മരണപ്പെട്ടാൽ എനിക്കതൊരു ഷഹാദത്താണെന്ന് പറഞ്ഞത്. എന്തിനേയും ധീരമായി നേരിട്ട മഹാനായ വ്യക്തിയായിരുന്നു ശൈഖുൽ ഇസ്ലാം. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടാണ് മരിക്കണത്. ജയിലിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം കിതാബ് എഴുതിയത്. അത് അന്ന് പേനയും കടലാസൊന്നുമില്ല, കരിക്കട്ട കൊണ്ട് ചുമരിൽ എഴുതിയതാണ്. അത്രമേൽ ത്യാഗം ചെയ്ത പണ്ഡിതനാണ്. ആ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒക്കെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്തറിയോ, ഇത് അഖ്റജനി മിനസ്, അദ്ദേഹം ജയിലിലായിരുന്നു കുറേ കാലം. ജയിലിൽ നിന്ന് അദ്ദേഹം അയച്ച കത്തുകൾ എന്നുള്ള പുസ്തകം ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജയിലിൽ നിന്ന് അദ്ദേഹം അയച്ച കത്തുകൾ, ആ കത്തിൽ എന്താണുള്ളത്? ദഅവത്താണ്. ഉമ്മാക്ക് അയച്ച കത്തുണ്ട്, കൂട്ടുകാരന്മാർക്ക് അയച്ച കത്തുണ്ട്, ഭരണാധികാരികൾക്ക് അയച്ച കത്തുണ്ട്. അതൊക്കെ വായിച്ച കണ്ണ് നിറഞ്ഞു. അതൊക്കെ അറബി കോളേജ് പഠിക്കണ കാലത്ത് വായിച്ചു തീർത്ത ബുക്കുകളൊക്കെ. അത്ര ആവേശം കിട്ടുന്ന ബുക്കാണ് അല്ലേ? ജയിലിൽ നിന്ന് ശൈഖുൽ ഇസ്ലാം അയച്ച കത്തുകൾ എന്നാണ്. അപ്പൊ ജയിലിലായിരുന്നു അവരുടെയൊക്കെ ജീവിതം. ഇപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമുസുന്നയാണ്. അദ്ദേഹം സുന്നത്തിന്റെ ഇമാമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇൽമിന് വേണ്ടി ഏറ്റവും സുദീർഘമായി യാത്ര ചെയ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതനെ എണ്ണാൻ പറഞ്ഞാൽ അത് ഇമാം അഹ്മദിന്റെ അപ്പുറത്ത് ആരും പോകില്ല. അത്രമേൽ റിസ്ക് എടുത്ത് യാത്ര ചെയ്ത് ഇൽമ് നേടിയ പണ്ഡിതനാണ് അല്ലേ? നമ്മളൊക്കെ 8-10 കിലോമീറ്ററിന്റെ ഉള്ളിലാണെങ്കിലും ചിലപ്പോഴൊക്കെ ഖുർആൻ ക്ലാസ്സിൽ വരാൻ എന്തോ ഒരു മടിയും തിരക്കൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ? തന്നെക്കാളും എത്രയോ ഇൽമ് കുറഞ്ഞ ആളുകളാണ് അവിടെ ക്ലാസ് എടുക്കണമെങ്കിലും ഇമാം അഹ്മദ് അവിടെ പോകും. എഴുത്ത് കോലും എഴുത്ത് പലകയും എടുത്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളൊക്കെ ഈ ക്ലാസ്സിന് എവിടുക്കാങ്ങള്? അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഈ ദീനി സദസ്സിന്ന് ദീന് പഠിക്കാൻ പോകാന്ന് പറഞ്ഞു. നിങ്ങളെ ഇൽമിന് എപ്പോഴാണ് പഠിച്ചു തീരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഖബറിൽ ചെന്ന് കിടക്കണ ദിവസം എന്നാണ്. ഇൽമ പഠിച്ചു തീരൂല, നമ്മുടെ അടുത്തൊന്നുമില്ല അല്ലേ? അറിവിന്റെ ഇത്തിരി സമുദ്രത്തിൽ നിന്നൊരു പക്ഷിയുടെ കൊക്കിൽ വെള്ളം കൊത്തുന്നത് പോലെ അത്ര പോലും ഇൽമിൽ നേടാത്ത ആളുകളാണ് നമ്മൾ. ദിനേന ചെയ്യുന്ന നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം പോലും അറിയാത്ത നമ്മളെ കൂട്ടത്തിൽ. ഇതിനിപ്പോ കുറെ പറയണം. തക്ബീറത്തിൽ ഇറാൻ കൊണ്ടാണ് തുടങ്ങിയിട്ടേ സലാം കൊണ്ട് അവസാനിക്കുന്ന ഇബാദത്താണല്ലോ. എൻ്റെ ഇടയിൽ എന്തൊക്കെയുണ്ട് ചൊല്ലാനും പറയാനും. എത്രത്തിന്റെ അർത്ഥം നമുക്കറിയും, അത്തഹിയ്യാത്തിന്റെ അർത്ഥം അറിയും. ഞാൻ ആരും കൊച്ചാക്കല്ല കേട്ടോ, നമ്മളെ ഇൽമിന്റെ അവസ്ഥ പറയണേ. അപ്പൊ നമ്മളൊക്കെ ധാരാളം ഇനിയും പഠിക്കണം എന്നർത്ഥം. ഇരിക്കട്ടെ. വജാഅക്കും മിനൽ ബദു, അദ്ദേഹം പറയാണ്, എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് ബദു നാടിൽ എന്നെ നിങ്ങളെ ഇവിടെ എത്തിച്ചു. ബദുക്കൾ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളിതുമായി ബന്ധപ്പെട്ട് 2 ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു. എന്താ ബദു എന്ന് പറഞ്ഞാല്? ഉൾ ഗ്രാമങ്ങളിൽ, മരുഭൂമിയുടെ ഉൾക്കാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ബദുക്കൾ എന്ന് പറയാം. ബദു എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം ഉൾഗ്രാമം എന്നാണ്. യാക്കൂബ് നബിയും 76 കുടുംബാംഗങ്ങളും ജീവിച്ചിരുന്നത് കനാൻ എന്ന് പറയുന്ന ഷാമിലെ ദേശത്താണ്. പുറം നാടുകളുമായി ബന്ധമല്ല. കുഗ്രാമം എന്ന് പറഞ്ഞാൽ കുഗ്രാമമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇന്ന് പിന്നെ ഏത് കുഗ്രാമത്തിലാണെങ്കിലും നമ്മളെ ഈ ടൗൺ ഏരിയയിൽ ജീവിക്കണമല്ലോ അതേ വാർത്ത പോലും കിട്ടും. നെറ്റ് സംവിധാനം ഉണ്ടല്ലോ, ഇന്റർനെറ്റുകളുണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. ആദിവാസി സ്ത്രീകളെടുക്കലെടുക്ക മൊബൈൽ ഫോൺ, ടച്ച് ഫോണൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. അപ്പൊ എല്ലാ നിലക്കും സംവിധാനങ്ങൾ ഇന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. നമ്മക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളില് ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ ഇൽമല്ല, പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഓൾക്ക് പുതിയ പുതിയ ഫ്രഷ് വാർത്തകൾ കിട്ടും. ഇത് എന്ന് നടന്നതാ? അപ്പൊ പിന്നെ അന്ന് ഒന്നുകൂടി അതിന്റെ ഉയർന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഉൾഗ്രാമങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾ ഈ മിസ്ർ എന്ന് പറഞ്ഞ കാര്യങ്ങള്, മിസ്ർ എന്ന് പറയുന്ന ദേശം ഒരുപാട് കമ്പോളങ്ങളുള്ള നാടാണ്. അതായത് അന്യ രാജ്യങ്ങളിലേക്ക് വരെ ഭക്ഷണ സാമഗ്രികൾ കയറ്റി അയക്കുന്ന ടൗണും പട്ടണങ്ങളും കച്ചവടങ്ങളും. അപ്പൊ നിങ്ങൾ നോക്ക്, യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് എടുക്കുന്ന കച്ചവടക്കാരെങ്ങോട്ട് പോയത്? മിസ്റിലേക്കാണ്. അവിടെയാണ് കച്ചവട നഗരങ്ങളുള്ളത്. അവിടെ കൊണ്ടുപോയാൽ എന്തും വിൽക്കപ്പെടും. അതുകൊണ്ടല്ലേ അടിമക്കുട്ടിയാണെന്ന് പറഞ്ഞ് യൂസുഫ് നബിയെ കച്ചവടമാക്കിയത് വരെ എവിടെയാണ്? മിസ്റിലെ പട്ടണത്തിലാണ്. അത്ര തിരക്കുള്ള നാടാണ്. ആ നാട്ടിലേക്കാണ് ആര് എത്തിപ്പെട്ടിട്ടുള്ളത്? കുഗ്രാമത്തിൽ നിന്ന് യാക്കൂബ് നബിയും ഫാമിലിയും എത്തിപ്പെട്ടിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ എടുത്തു പറയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലേ?
ഇനി നമ്മൾ ഇനിയുള്ള ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. എപ്പോഴാണ് അള്ളാഹു നിങ്ങളെ എന്നിലേക്ക് എത്തിച്ചത്? മിൻ ബഅദി അൻ നസഅ ശൈത്താൻ ബൈനി വബൈന ഇഖ്വതി എന്നാണ് പറഞ്ഞത്. മിൻ ബഅദി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. മിൻ ബഅദി അതായത് തുടരുകയാണ്. ശേഷം, എന്തിനു ശേഷം? ഒരു സംഭവം പറയാണ് അദ്ദേഹം. യൂസുഫ് നബി പറയാൻ ഉപ്പാനോട് വിനയത്തോടെ സംസാരിക്കുകയാണ്. ഏതിനു ശേഷം? അൻ നസഅ ശൈത്താൻ. നസഅ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കുഴപ്പമുണ്ടാക്കുക എന്നാണ്. കുഴപ്പമുണ്ടാക്കുന്നവരിൽ ഏറ്റവും ഉന്നത തലത്തിൽ 1ാം റാങ്ക് നേടിയ ആളാരാ? ശൈത്താനാണ് അല്ലേ? ആ ശൈത്താനെ ഇവിടെ പരാമർശിക്കുകയാണ്. അൻ നസഅ ശൈത്താൻ. ശൈത്താനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓന്റെ ചതിക്കുഴികളെ നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് സാമ്പിൾ അങ്ങനെ 6 പറഞ്ഞുതരാം. ഓ എത്രത്തോളം വലിയ എന്താ പറയാ, അവന്റെ പ്ലാനിങ്ങുകൾ എന്ന് പറഞ്ഞാണല്ലോ ഭയങ്കരമാണ്. ഭയങ്കര ക്ഷമയുടെ ആളാണ്. ആരെ? ക്ഷമയുടെ ആളാണ്. നിങ്ങൾ വിചാരിക്കേണ്ട പുസ്തകങ്ങൾ എന്താണ് ഈ പറയുന്നത്? പിശാചിന് ക്ഷമയാണ്. എന്തിനാ ക്ഷമ എന്നറിയോ? നല്ലതിനല്ല, ആൾക്കാരെ നശിപ്പിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? 1ാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. 1ാമത്തെ നബിയല്ല, 1ാമത്തെ നബി ആദം നബിയാണ്. 1ാമത്തെ നബിയും റസൂലുമാണ് ആരെ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ ജനതയെ പിശാചി പഴിപ്പിച്ചത് 1000 കൊല്ലം കാത്തിരുന്നിട്ട്. എന്ത്? അവന്റെ പ്ലാനിങ് നടപ്പിലാക്കാൻ 1000കണക്കിലധികം കൊല്ലം കാത്തിരുന്നു. ഒരു ജനറേഷൻ മുഴുവൻ കാത്തിരുന്നു പറഞ്ഞു. അന്നത്തെ ഒരു ജനറേഷൻ കഴിയണേ 1000 കൊല്ലൊക്കെ ഉണ്ടായിരുന്നു. നൂഹ് നബിയുടെ ദഅവത്തിന്റെ പ്രായം മാത്രം 950 കൊല്ലം എന്ന ഖുർആൻ പറഞ്ഞു. ദഅവത്തിന്റെ കാലയളവ് മാത്രം, പ്രായമല്ല, പ്രായനേക്കാളുണ്ടാവും. അപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ ആദ്യം ഓലെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശിർക്കല്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ആദ്യം സംഭവിച്ചത് ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വഴിയാണ്. ആ ശിർക്കിലേക്കുള്ള വഴിക്ക് അറബിയിൽ പറയുന്ന പേരാണ് വസീലത്തു ശിർക്ക്. ചില ആളുകൾ അതിനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഫസീലാത്താന്റെ ശിർക്ക് എന്നൊക്കെ. ഫസീലാത്താന്റെ ശിർക്കല്ല, വസീലത്തു ശിർക്ക്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ KNM-കാരും നമ്മളും പിരിഞ്ഞപ്പോൾ കുറച്ചൊക്കെ കിതാബുമായിട്ട് നമ്മൾ ബന്ധപ്പെടാനും കുറച്ചൊക്കെ അറബി വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയതൊക്കെ ഇപ്പോഴാണ്. ആദ്യം നമ്മൾ എന്തായിരുന്നു, ഇന്ന സ്ഥലത്തൊരു ക്ലിപ്പിംഗ് പരിപാടി ഉണ്ട്, വണ്ടി എടുത്തെല്ലാവരും അല്ലേ, ഇന്ന സ്ഥലത്ത് വലിയൊരു പരിപാടി ഉണ്ട്, വലിയ ഖുറാഫികളെ ഏരിയയാണ്, എന്താ പറയാ, വല്ല ബാരിക്കേഡൊക്കെ കെട്ടിയിട്ട് ഭയങ്കര പ്രശ്നമുള്ള ഏരിയയാണ്, വണ്ടി എടുത്തുമ്പോൾ ചുന്നററ്റമൊക്കെയാണ്. അവിടെ എന്തള്ളേ? അവിടെ കുറേ തർക്കങ്ങളുണ്ടാവും. അവിടെ എന്തള്ളേ? കുറേ ക്ലിപ്പിങ്ങൾ പേരോട് പറയണത്, അപ്പുറം തന്നെ എന്നെ പറയും. ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചോളൂ. അതിന് നമുക്ക് ആകത്തുകയായിട്ട് കിട്ടിയത് തന്നെ എന്താ? ഞാനും അനുഭവിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് പറയണത്. എന്താ നമുക്ക് കിട്ടിയത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച എന്താണ്? ശിർക്കാണ്. ഖലാസ്, തൗഹീദ് നമ്മളെ ഇൽമ അവിടെ കഴിഞ്ഞു. നല്ല ഇൽമ തന്നെയാണത്, തെറ്റൊന്നുമല്ല. പക്ഷെ എപ്പോഴാണ് ഒരു കാര്യം ശിർക്കാവുക? എപ്പോഴാണ് ശിർക്കിലേക്കുള്ള വഴികളാവുക? ഓരിമുക്ക് എന്ന് പറയുന്ന ഈ സലഫി സെന്റർ ഉണ്ടോ അവിടെ? എങ്കിലേക്കൊരു വഴി ഉണ്ടാവും. ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിക്കുള്ള വഴി ഉണ്ടാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ ലോകത്ത് ആദ്യമായി സംഭവിച്ചത് ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വഴിയാണ്. എന്താ ശിർക്കിലേക്കുള്ള വഴി? ആ നാട്ടിലുണ്ടായിരുന്ന 5 മഹാന്മാരെ രൂപം ഉണ്ടാക്കി എന്നുള്ളതാണ് ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, രൂപങ്ങളും ഫോട്ടോകളും വീട്ടിൽ സ്ഥാപിക്കല്ല, അത് ശിർക്കുകളെ കൊണ്ടെത്തിക്കും. വസീലത്ത് ശിർക്കാണ്. കാരണം ഒരു വിഭാഗത്തെ ശിർക്കിലെത്തിച്ചത്. ചില ആൾക്കാരെ വീട്ടിലാണ് അങ്ങനെ കുടുംബസമേതമുള്ള ഫോട്ടോ അതിങ്ങനെ കാണിച്ചത്, ഇതിന്റെ വല്യുപ്പ അല്ലേ, ഇത് മറ്റേ വല്യപ്പ കോമു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. വല്യപ്പാരെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞു തരുന്നത്? ഒരു ഉപകാരമല്ല. ചുമരുമ തൂക്കിയിടുക, ഷോക്കേസിൽ ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കണ ആരെങ്കിലും വീട്ടിലുണ്ട്, എടുത്ത് വലിച്ചെറിയണം. ഞാൻ എടുത്ത് വലിച്ചെറിയണമെന്ന് പറയുന്നതുകൊണ്ടാ, അത്രയും ഗൗരവമാണ്. നമ്മളെ വീട്ടിക്ക് റഹ്മത്തിന്റെ മലക്ക് കയറൂല എന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഉണ്ടായില്ലേ? റഹ്മത്തിന്റെ മലക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സമാധാന വീട്ടിലുണ്ടാവുക? പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും രൂപങ്ങൾ വെക്കുന്ന വീട്ടിലും റഹ്മത്തിന്റെ മലക്ക് കയറൂല. പട്ടിയെ വളർത്താൻ പറ്റൂല. മനസ്സിലായോ? ഇരിക്കട്ടെ, എന്തായാലും അതാണ് സംഭവിച്ചത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ?
ഈ വസീലത്ത് ശിർക്കുമങ്ങടെ നിർത്തിയ ആൾക്കാർ 1000 കൊല്ലം. ആര്? ശൈത്താൻ. ഓന്റെ ലക്ഷ്യം വസീലത്ത് ശിർക്കായിരുന്നില്ല. ഓന്റെ ലക്ഷ്യം എന്താ? ശിർക്കാണ്. ആ ശിർക്കിന് വേണ്ടി അവൻ എത്ര കൊല്ലം കാത്തിരുന്നു? 1000-ലധികം കൊല്ലം. അത്രമേൽ ക്ഷമാലുവാണ് ജനങ്ങളെ കാരണം റബ്ബിനോട് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്? ജനങ്ങളെ ഞാൻ പിഴപ്പിക്കുമെന്നും ഓല മുമ്പ് കൂടിയും ബാക്ക് കൂടിയും ഇടവല ഭാഗങ്ങളിലൂടെയും വന്ന് നിങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കി ഞാൻ മാറ്റുമെന്ന് പിശാച് വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? സഹാബികളെ വരെ അവൻ പിഴപ്പിച്ചിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ആരാരെങ്ങള്? പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സഹാബിയായിരുന്നു. അവനെന്താ പറഞ്ഞേ? എന്നിലേക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് കള്ളപ്രവാചകനായി കാഫിറായി ചത്തുപോയവനാണ് മുസൈലിമത്തുൽ കദ്ദാബ്. ആരാ ഇടപെട്ടത് ഓന്റെ പിന്നില്? ശൈത്താൻ. മായിസ് എന്ന് പറയുന്ന ഈമാനിന്റെ നിറകുടമായ സഹാബിയെ പച്ച വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയത് ശൈത്താനാണ്. ആ ശൈത്താൻ അന്നുള്ള ശൈത്താൻ ഇന്നുണ്ട്. അവൻ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ വരാണത്. എന്ത്? ഇന്ന് അന്ത്യനാട് വരെ നശിപ്പിക്കല്ലേ? ഓനും മരണുണ്ട്, പക്ഷെ ആൾക്കാരൊക്കെ തീരുമാനാക്കിയിട്ട് വിടുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വസിക്കില്ല. ഇതൊക്കെ ആരെ പരിപാടിയാ? പിശാചിന്റെ പരിപാടിയാണ് അല്ലേ? എന്തെല്ലാം തെറ്റിയുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. സിനിമ കാണുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ശൈത്താൻ. നമ്മളിപ്പോഴും ഒരു പൂർണ്ണമായിട്ട് സെൽഫി ആയിട്ടില്ലല്ലോ. ഇല്ല. പുകവലിക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഭയങ്കര അയക്കാരല്ല. ഒരു കുപ്പി കള്ളുടിക്കലാണ്. ക്ഷമിക്കണം, 2 ആറാമ, ഒരേ ആറാമ. കള്ളുടിച്ചാൽ ഓന് മാത്രമേ കിക്കാവുള്ളൂ. പുകവലിച്ചാലേ പരിസരത്തുള്ളവർക്കൊക്കെ കേടാ അല്ലേ? അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് ഹറാമ് ചെയ്യ. എന്താണ് പേര്? സെൽഫിയോ? ക്ഷമിക്കണം, ചില സമയത്ത് ഇങ്ങനെ കുറച്ച് ഓവറായിട്ടൊക്കെ വരും അല്ലേ? സെൽഫിയുള്ള വീട്ടില് സീരിയല്, സഫ വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഇരുന്നിട്ട് സെൽഫി പാട്ട് കേൾക്കുക, സിനിമ പാട്ടേ. എന്നാ ഖുർആൻ ക്ലാസ്സിലുണ്ട്, മറ്റുള്ള എല്ലാ രംഗത്തും ഉണ്ട്. നല്ലോണം ആലോചിച്ചു. നമ്മളൊക്കെ സത്യത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ ഈ കോപ്രായങ്ങളൊക്കെ വിജയിക്കുമെന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം. ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായിട്ട് മുസ്ലിമാകാൻ പറഞ്ഞു. പൂർണ്ണമായി മുസ്ലിമാകാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഇല്ല. എല്ലാ നിലക്കും പെർഫെക്ഷനാണ് ഇസ്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹം. ഷൈത്താൻ. ആ ഷൈത്താനെ പ്രത്യേകം ഉറപ്പെടുത്തിയത് എന്താണ്? പിശാച് കുഴപ്പമുണ്ടാക്കിയതിന് ശേഷം അള്ളാഹു നിങ്ങളെ ബദൂ നാടിൽ നിന്ന് ഇവിടെ എത്തിച്ചു. എന്താണ് ആ പ്രശ്നം? എന്ത് കുഴപ്പമാണ് ഈ പറയുന്നത്? അത് അപ്പുറത്ത് പറയുന്നത് എന്താ? ബൈനി ഒബൈനി ഖുവ്വത്തി. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഇടയിൽ പിശാച് കുഴപ്പമുണ്ടാക്കിയ നാളുകളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങൾക്കൊക്കെ ശേഷം അള്ളാഹു ഇവിടെ എത്തിച്ചു. എന്താ കുഴപ്പം? എൻ്റെ കൊണ്ടിട്ടത്, ചതിച്ചത്, കളവ് പറഞ്ഞത്, അസൂയ കാണിച്ചത്. ഈ കുഴപ്പങ്ങൾക്കൊക്കെ ശേഷം അള്ളാഹു ഇവിടെ എത്തിച്ചല്ലോ. ഇവിടെ കുഴപ്പമുണ്ടാക്കിയതിന് ശേഷം എന്നാ പറഞ്ഞത്. എന്താ കുഴപ്പം? സഹോദരങ്ങൾക്കും എനിക്കും ഇടയിൽ പിശാച് കുഴപ്പമുണ്ടാക്കി എന്നാണ്. പിശാചിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങളുണ്ട്. അതിൽ ഫുസ്സിലത്തിന്റെ 36-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഗിദ് ബില്ലാഹ്. ഈ അന്നസഅ ശൈത്താൻ എന്നുള്ള നസഅ എന്നുള്ള വാക്കാണല്ലോ ഇപ്പൊ സൂറത്ത് യൂസുഫിൽ വന്നത്. അതേ വാക്കോട് കൂടി തന്നെ പിശാചിനെ അള്ളാഹ് പ്രയോഗിച്ച സൂറത്താണ് സൂറത്ത് ഫുസ്സിലത്തിലെ 41-ാം അധ്യായത്തിന് 36-ാമത്തെ ആയത്ത്. വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാൻ. പിശാച് വല്ല കുഴപ്പങ്ങളും നിങ്ങളിലേക്ക് ഇളക്കി വിട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ, പിശാചിന്റെ കുഴപ്പങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ സഹായം തേടണം, ശരണം തേടണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വാക്ക് വന്നൊരു വചനമാണ്. ഇനി മാത്രല്ല, ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മൾ എത്രയോ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരല്ലേ. ദുനിയാവിലെ ജീവിതം എന്താണ്? പരീക്ഷണല്ലേ. ഏതാണ് ആയത്ത് അല്ലേ? തബാറക ജുസിലെ ഫസ്റ്റത്തെ സൂറത്താണല്ലോ സൂറത്ത് മുൽക്ക്.
മുൽക്കിലെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, അല്ലേ? ജീവിതം മരണം എന്താണ്? പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിൽ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? പിശാചിന്റെ പരീക്ഷണം. ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് വെച്ച പരീക്ഷണങ്ങളിൽ ഏറ്റവും കഠിനമായ പ്രയാസമുള്ള പരീക്ഷണമാണ്, അല്ലേ, പിശാചിന്റെ പരീക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണത്. ഏതാണ് ആയത്ത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വാ. 2 വട്ടം അദുവ് എന്ന് പറഞ്ഞത്. അദുവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിമി, വ്യക്തമായ ശത്രു, നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രു. ഇനി ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ശത്രുവില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ശത്രുവായിട്ട് തന്റെ 100-ൽ 100 മാർക്കിട്ട് വെക്കണം എന്ന് അള്ളാഹു പറയാം. അള്ളാഹ്ക്കറിയാം അവന്റെ കുഴപ്പങ്ങളെ കുറിച്ച്. പിശാച് നമ്മളെ കുടുക്കത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് ശാരീരികമായി ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വലിച്ചെറിയല്ല. പിന്നെയോ, പിശാചിന് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പണി കുറവാ. എന്റെ വാക്കല്ല, പിശാചിന് എന്തേ പണിയുള്ളൂ? മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വസ്വാസ് ഉണ്ടാക്കുക മാത്രമാണ്. ഒരു ഹറാമ് ചെയ്യാനുള്ള വസ്വാസ് ഉണ്ടാക്കുക, ഒരു ഹറാമ് പറയാനുള്ള വസ്വാസ് ഉണ്ടാക്കുക. പിന്നീട് ആ ഉണ്ടാക്കിയ സ്പാർക്കിനെ ഊതി പെരുപ്പിച്ച് ആളിക്കത്തിക്കുന്നത് നമ്മുടെ നഫ്സാ. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നല്ല മനസ്സും ചീത്ത മനസ്സും ഉണ്ട് അല്ലേ? ഏതൊക്കെയാ മനസ്സുള്ളത്? നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മയിന്ന. ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ലവ്വാമ സൂറത്തുൽ ഖിയാമയിലാണ് ആയത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പിന്നെ വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. സൂറത്ത് യൂസുഫിൽ തന്നെ അല്ലാഹ് പറഞ്ഞു, മനുഷ്യ മനസ്സ് തിന്മയിലേക്ക് ചായുന്ന പ്രകൃതാണ്. ആ തിന്മയിലേക്ക് ചായുന്ന പ്രകൃതമുള്ള മനസ്സിനെ അല്ലാഹ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമ്മാറ എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുന്ന മനസ്സെന്നാണ്. ഒരു തിന്മ ചെയ്തു പോയാൽ നമ്മളെ മനസ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തും. ഈ ചെയ്യാൻ പാടില്ലായിരുന്നു, ഈ അതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിച്ച മനസ്സാ. രണ്ടാമത്തെ മനസ്സ് ഏതറിയോ? മറ്റൊരു മനസ്സേതാ? നഫ്സുൽ മുത്മയിന്ന. അത് ഏറ്റവും ഉന്നതമായ സമാധാനം അനുഭവിക്കുന്ന, ശാന്തിയുടെ നിർഭയത്വം അനുഭവിക്കുന്ന, അള്ളാഹുവിന്റെ ഈമാൻ കൊണ്ട് മനസ്സ് പ്രഭാപൂരിതമായ മനസ്സിന് പറയുന്ന പേരാണ് നഫ്സുൽ മുത്മയിന്ന. ഈ മുത്മയിന്നയായ ആത്മാക്കളെ മരിക്കുമ്പോൾ അള്ളാഹ് വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. പിശാചാരാണ്, പണി കുറവാണ്, പക്ഷെ അതിന്റെ പിന്നിൽ പണിയെടുക്കണവനായിരിക്കും. എന്ത് തിന്മണ്ടൊക്കെ. ഇനി പിശാചിനെ കുറ്റപ്പെടുത്തിയിരിക്കണ്ട. ഞാൻ ഇങ്ങനെ ആയത് പിശാച് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ആയത് പിശാചിനെ കൊണ്ടാണ്. പിശാചിന് വശംവദരാകരുത്. അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തം പിശാചിന് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്കൊലികൾ പിശാചിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഓതുന്ന സൂറത്തുൽ ബഖറ പിശാചിനെ വിരട്ടി ഓടിപ്പിക്കുന്നുണ്ട്. അത്രമേൽ പിശാചിനെ വെറുപ്പിക്കുന്ന നന്മകളുമായി മുന്നോട്ട് പോയി നമുക്ക് പറ്റണം. നമുക്കറിയോ, ഞാൻ സമയം നീണ്ടുപോകും. 200 കൊല്ലം, 70 കൊല്ലം, പല ചരിത്രങ്ങളുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, തെറ്റിലേക്ക് ചായ്ഞ്ഞു പോകുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യനെ പിശാച് വ്യഭിചാരിയാക്കിയത്, മദ്യപാനിയാക്കിയത്, കൊലപാതകിയാക്കിയത് ചെറിയ ചെറിയ ഐഡിയകൾ പ്രയോഗിച്ചിട്ടാണെന്നാണ്. കാഫറായിട്ട് മരിച്ചു. 40 കൊല്ലം. യുവാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ അവരോട് പറയാൻ. 40 കൊല്ലം ഒരു പള്ളിയിലെ മുഅദ്ദിനായി, 12ഓളം കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ അവർക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. അത്രമേൽ കൂലിയുള്ള 40 കൊല്ലം. അങ്ങനത്തെ മനുഷ്യൻ. അയാളുടെ പേരെന്താ അറിയോ? നാസിർ അൽ മുഅദ്ദിൻ എന്നായിരുന്നു. പ്രേമം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സലഫി ഉലമാക്കളുടെ. പ്രേമം, പ്രേമിക്കേണ്ടത് എങ്ങനെയാന്നല്ല ഇതിൽ പഠിപ്പിക്കണത്. എന്താ പ്രേമം? ഇസ്ലാം അനുവദിച്ച പ്രേമം ഏതാണ്, ഇസ്ലാം അനുവദിക്കാത്ത പ്രേമം ഏതാണ് എന്നൊക്കെയാണ്. പ്രേമം ശിർക്കിലേക്ക് എത്തിക്കുന്ന വണ്ടിയമരം. എന്താ പറഞ്ഞ? പ്രേമം ശിർക്കിലേക്ക് എത്തി. കാരണം തൻ്റെ കാമുകന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വരെ മാറ്റിവെച്ച് സൃഷ്ടികളിലേക്ക് ആ വിധിവിലക്കുകളെ സമർപ്പിക്കാൻ തയ്യാറാകുന്നുണ്ട്. അള്ളാഹിൻ്റെ തീരുമാനം മാറ്റി സൃഷ്ടികളെ തീരുമാനം കേട്ടാൽ അത് ശിർക്കിലേക്ക് എത്തിക്കുന്നൊരു കാര്യമാണ്. ശിർക്ക് തന്നെയാണ് പണ്ഡിതന്മാരും. അത് ശ്രദ്ധിക്കണം. പല ആളുകളും അവിഹിതത്തിലൊക്കെ പെട്ടുപോയാലേ അള്ളാഹു റസൂലൊന്നും പിന്നെ ഒന്നുമല്ല അവർക്ക്. പിന്നെ ലപ്പിമ്മയും
അനക്ക് ഓൻ്റെ കൂടെ പോകണോ വീട്ടുകാരെ കൂടെ പോകണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് പെണ്ണ് ആരെ കൂടെ പോകാനാ പറയാ. എന്തുകൊണ്ടാ കാരണം? അത് അതിന് അഡിക്റ്റായി. പിന്നെ അങ്ങനെയാണ് തിന്നുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും അല്ലേ, രാവിലെ എണീറ്റാലൊക്കെ മെസ്സേജ് നോക്കണതും ബ്ലൂ ടിക്ക് നോക്കണതൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ, സമയം ചെലവഴിക്കണതിന് വേണ്ടിയിട്ടൊക്കെ. നാസർ അൽ മുഅദ്ദിന് പറ്റിയ എന്തരങ്ങള്? പിശാചി വന്ന വഴി നോക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുൽ മുസ്തആൻ. വലിയ അപകടം തന്നെയാണ്. നമ്മളൊന്നും ഈമാനികപരമായിട്ട് വളരെ ചെറിയ മനുഷ്യന്മാരാകും. നമ്മളൊക്കെ ക്യാച്ച് ചെയ്യാൻ പിശാചിന് നല്ല എളുപ്പമാണ്, സംശയമല്ല. അത്രമേൽ തന്ത്രമാണ് അവർ. അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് വിശാലമായ ഒരു മരുഭൂമിയിലെ ഒരു വലിയ പള്ളിന്റെ മേലെ കയറിയിട്ട്, അന്ന് മൈക്കൊന്നുമില്ല, പള്ളിന്റെ മേലെ കയറിയിട്ട് വിളിക്കും. 40 കൊല്ലായി. ഈ മനുഷ്യൻ ബാങ്ക് കൊടുക്കുമ്പോഴാണ് അല്ലേ, തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടെ ടെൻ്റടിച്ച് താമസിക്കാൻ വേണ്ടി വന്നൊരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു സുന്ദരിയായ പെണ്ണ്, യുവതിയായ പെണ്ണ് പുറത്തിറങ്ങി നിൽക്കുന്നത് നാസർ അൽ മുഅദ്ദിൻ കണ്ടത്. പിശാചി ചെറുതായിട്ടൊന്നും ഇടപെട്ടു അല്ലേ, അവളൊന്ന് പരിചയപ്പെടണം തോന്നി. അങ്ങനെയാണ് ഇന്ന് സംസാരിക്കണം തോന്നി. അങ്ങനെ അവിടെ പോയതാ. അവിടെ പോയി സംസാരിച്ച് ആ പെണ്ണുമായിട്ട് അഗാധമായ ബന്ധത്തിലായി. ആ പെണ്ണിനോട് നാസർ അൽ മുഅദ്ദിൻ പറയുകയാണ്, നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ആ പെണ്ണ് പറഞ്ഞ എന്താണ്, നിങ്ങൾ എന്താണ് ഈ പറയണത്? കാരണം എന്താ, നിങ്ങൾ ആരാണ്? ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന നൂറുകണക്കിന് ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പൊ അവസാനം ഇയാളുടെ കടുംപിടുത്തത്തിന്റെ മുന്നിൽ പെണ്ണ് പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങളെ മതം വിട്ട് നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. ആലോചിച്ചു, ഇയാൾ ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യാനിയെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ. ഇന്നലെ മുസ്തഫ പറഞ്ഞില്ലേ, ഒരു സഹാബി ഖവാരിജായി ഒരു പെണ്ണിനെ കെട്ടാന്. ഞാനുണ്ട് ചില ആൾക്കാരെ, പിശാചിന്റെ കളിയാണത് കേട്ടോ. എന്നിട്ട് ആ പെണ്ണിന്റെ മതത്തിലേക്ക് ഇയാൾ പോയി. എന്നിട്ട് ഈ പെണ്ണ് അയാളോട് പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ പള്ളി കയറണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട, എൻ്റെ പിതാവ് പുറത്താണുള്ളത്, ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്തോ, ഞങ്ങളെ ഈ വീടിൻ്റെ ഒരു ഉയർന്ന സ്ഥലമുണ്ട്, അവിടെ കയറി നോളിതോ. അങ്ങനെ മട്ടുപ്പാവിൽ കയറി ഇരുന്നിട്ട് അയാള് ഇപ്പൊ വരുവോളം കാത്തിരുന്നു. പിതാവ് വന്ന സമയത്ത് അയാളായ്മന്ന് പൊത്തിപ്പിടിച്ചിറങ്ങുമ്പോ കാല് സ്ലിപ്പായി തലയിടിച്ച് വീണ് മരിച്ചുപോയി. ഈ മനുഷ്യനെ മറമാടിയത് സെമിത്തേരിയിലാണ്. ആര്? 40 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത നാസർ അൽ മുഅദ്ദിൻ. ആലോചിച്ചു, അവ സർവീസ് പറഞ്ഞൊരു കാര്യമില്ലാന്നേ. ഞാൻ 15 കൊല്ലായി ഹുത്തുബ പറയണം, ഞാൻ 30 കൊല്ലായി മുജാഹിദാണ്, ഞാൻ അലൈഹി മൗലവിന്റെ ഹുത്തുബ ഇടവണ്ണ പോയി കേട്ടതാണ്. ഒരു കാര്യമല്ല, പിശാച് ഇപ്പോഴും ഉണ്ട്, പിശാച് ഇടപെടുന്നേ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ശൈത്താന ലക്കും അദൂ ഫത്തഖിദുഹു അദുവ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഗീർ. അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് സഗീർ എന്ന് പറയുന്ന നരകത്തിലേക്ക്. നരകത്തിന് കുറെ പേരുണ്ട്, ഇതിന് പേരാണ് സഗീർ. ഹുത്തമ എന്ന് പേരുണ്ട്, ലല്ലാ എന്ന് പേരുണ്ട്, നാർ എന്ന് പേരുണ്ട്, സഖർ എന്ന് പേരുണ്ട്. വമാ സലകകും ഫീ സഖർ അല്ലേ, ഖുർആൻ പറഞ്ഞ നിസ്കരിക്കാത്തതിനെ കുറിച്ച്. ഇവിടെ പറഞ്ഞെന്താ, സഗീറാണ്. ഓരോന്നും ഓരോ കാറ്റഗറികളാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പിശാചിന്റെ കെണികളെ പൊട്ടിച്ചെറിയാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ ശൈത്താൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ആരാ പറയണേ? പഠിച്ചു. നിങ്ങൾ വിചാരിക്കണ്ടേ, ഈ പഠിച്ചോന് ആ ശൈത്താന് ചെറുതായിട്ടൊരു അറ്റാക്ക് കൊടുത്താൽ ഇത് സുഖമായിരുന്നു അല്ലേ? പക്ഷെ അള്ളാഹു ശൈത്താനെ കട്ടയിച്ചു കൊടുക്കണം. എന്തിനറിയോ? നിങ്ങൾ പിശാചിന് ഉത്തരം കൊടുക്കണോ എനിക്ക് ഉത്തരം തരുന്നു എന്നുള്ള പരീക്ഷണമാണ്, പരീക്ഷാ ഹോളാണ്. അതുകൊണ്ട് പിശാചിനെ കുറിച്ചുള്ള എല്ലാ നിലക്കുമുള്ള. അപ്പൊ നിങ്ങൾ നോക്ക്, ചില ആളുകൾ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ കാണാം, ദുനിയാവാണ് പിന്നെ ഓർമ്മ വരിക. തൻ്റെ സമ്പത്ത്, തൻ്റെ കുടുംബം, തൻ്റെ വീട്, തൻ്റെ പ്രാരാബ്ദങ്ങൾ. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഈ കൂട്ടത്തിൽ നിസ്കരിക്കുമ്പോൾ? പരിഹാരം പറഞ്ഞു തരണ്ടോ? ഇവിടെ ഇപ്പൊ പറഞ്ഞോളി, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഹാരം പറഞ്ഞു തരില്ല. ഉണ്ട്, അങ്ങനെ വരട്ടെ കിട്ടേ. ഇനി ഉണ്ടോ? കുറെ ആൾക്കാരൊക്കെ നിസ്കരിക്കാതെ നിങ്ങൾ 100-ൽ 100 എനിക്ക് തോന്നുന്നില്ല. വെറുതെ പറയരുത്, ഉണ്ടാതിരിക്കരുത് കേട്ടാ. നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാല് നമ്മളെ എല്ലാ നിലക്കും ഭൗതിക ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈത്താണ്ട്. അവന്റെ പേരെന്താണെന്നറിയോ? ഹിൻസിബ് എന്നാണ്. അങ്ങനത്തെ ആളുണ്ടോ?
ഉണ്ട്. ആദ്യമായിട്ട് കേൾക്കിയിരിക്കും ചിലപ്പോ അല്ലേ? ഹിൻസിബ് ഹദീസിലുണ്ട്. ആ ഹിൻസിബിന്റെ പരിപാടി എന്തോ ശൈത്താനാ, നമ്മളെ വലിയ ശൈത്താന്റെ വേണ്ടപ്പെട്ട സെക്രട്ടറിയാണ്. അവനെന്താ പരിപാടി? എന്താ? നിസ്കാരം വ്യാപിക്കുക, എല്ലാ ഭൗതിക ചിന്തയും കൂടി നമ്മളെ മണ്ടയിലിട്ട് നിസ്കാരത്തിൽ നിന്ന് അതിന്റെ പൾസ് മാറ്റിയാൽ മതി. അതുകൊണ്ട് അങ്ങനത്തെ വല്ല ഇടങ്ങേറും തോന്നുന്നുണ്ട്, എന്ത് ചെയ്തോ, ഇടത്ത് ഭാഗത്തേക്ക് തല തിരിച്ചിട്ട് 3 വട്ടം തുപ്പിക്കുമെന്ന് പറഞ്ഞത്. ബാക്കി വിശദീകരണം കേൾക്കണം, അപ്പുറത്ത് അടങ്ങുന്ന അടിവടിക്കരുത് അല്ല. ഞാൻ അടുത്ത പ്രശ്നം എന്താണ്? അപ്പുറത്ത് തന്നെ തുപ്പി എന്നുള്ള പ്രശ്നമായിരിക്കും. എന്താ ചെയ്യാൻ പറഞ്ഞറിയോ? കൈ കെട്ടുമ്പോ ജസ്റ്റ് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞാൽ മതി. തീരുമാനമായോ? തുപ്പെന്ന് പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പണ്ട. പിന്നെയോ തുപ്പുന്നത് പോലെ വെറുതെ സൗണ്ടും വേണ്ട, അപ്പുറത്ത് വസ്വാസം ഉണ്ടാക്കണ്ട. അതിങ്ങനെ ചെറിയ രൂപത്തിൽ 3 വട്ടം ചെയ്താൽ ആ പിശാച് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കളിയും തമാശയല്ല, വാണി കേട്ടോളി. നമസ്കാരത്തിലാ പറഞ്ഞു, ആരും കേൾക്കണ്ട, മെല്ലെ അല്ലേ നല്ലോണം തുപ്പിയിട്ട് ഹെൻസിബിനെ ആട്ടി വിട്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്നെ പറയുന്നിട്ട് ഞാൻ അതിന്റെ പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിത്തനക്കാരനാന്ന് പറഞ്ഞുണ്ടാക്കരുത്. വലാ യഗുർറന്നക്കും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. എന്താ യൂസുഫ് നബി പറഞ്ഞത്? ഞങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയത് ആരാണ്? ശൈത്താനാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും വീട്ടിൽ പ്രശ്നം ആരാ കുഴപ്പക്കാരൻ? നിങ്ങളല്ലേ? ആരാണ്? ശൈത്താനാണ്. ശൈത്താൻ നമ്മൾ ഉത്തരം കൊടുത്തോണ്ടാ പ്രശ്നം ഉണ്ടായതേ. നിങ്ങൾ വലിയ വീള്ള നല്ല വീള്ള ചമയണ്ട, പിശാചിന് ഉത്തരം കൊടുത്തു. പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ? നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരെ പ്രശ്നം ഉണ്ടാക്കല. അവനെന്നും മീറ്റിംഗ് കൂടുമല്ലോ, വെള്ളത്തിന്റെ മുകളിലാണ് അത്ര അവന്റെ സിംഹാസനം ഉള്ളത്. ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം എന്ന് നമ്മളോടൊരു ആയത്തോതം പറ. നമ്മൾ ഏതോതാ പോരട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അസ്തഗ്ഫിറുല്ലാഹ് വല്ലാഹുൽ മുസ്തആൻ. എത്ര കൊല്ലായി? ചോദ്യം മനസ്സിലായില്ലേ? ഏറ്റവും വലിയ പാപം ശിർക്കാണെന്നുള്ള ആയത്തേതാ ഓതാൻ? സന്തോഷം. 12 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഊർജ്ജം ഇങ്ങോട്ട് കയറി വന്നേ. നമ്മുടെ സ്റ്റുഡൻസ് ഉഷാറാണ്. മാഷാ അല്ലാഹ്, ബറക്കല്ല. കറണ്ട് പ്രശ്നം. അതെ, കറണ്ട് വന്ന മെയിൻറ്റ് മാറി അല്ലേ? ഓക്കെ. ഇന്ന ശിർക ലദുൽമുൻ അദീം. അമ്പിച്ചക്രമാണ് കേട്ടാ. ഒരു മുശ്രിക്ക് ഒരേ സമയത്ത് മുശ്രിക്കുമാകും കാഫിറുമാകും. ശിർക്ക് ചെയ്യുന്നവൻ ഓട്ടോമാറ്റിക് എന്തായി മാറും? കാഫിറായി. എന്നോട് ഒരാൾ ചോദിക്കണ്ടായി, ഉസ്താദേ, പയ്യന്നൂരത്തൊരാൾ ചോദിച്ചു, ഉസ്താദേ, പിന്നെ ശിർക്ക് ചെയ്ത ആൾക്ക് അയാൾ അങ്ങനെ മരിച്ചാൽ നമുക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പറ്റുമോ? ഖബറിൽ ചെന്നിട്ട് പുറത്തേറിനെന്ന് പറയാൻ പറ്റും? ഈ ശിർക്ക് ചെയ്യുക, ഒരാൾ മുശ്രിക്കാണ്, കാഫിറാണ്, അയാളെ ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയേണ്ടത് ആരാ? ഇസ്ലാമിക കോടതിയിലെ മുഫ്തിമാരാണ്. നമ്മളെ നാട്ടിലത്തെ ശിർക്ക് ചെയ്യുന്ന ഒരാളെ ഓ മുശ്രിക്കാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. നമുക്ക് എന്തേ പറ്റൂ? ഇന്നത് ശിർക്കാണ്, ഇന്നത് കുഫറാണെന്ന് പറയാനേ പറ്റൂ. കുറെ കാലം ശിർക്കിലായി മാലിമൗലിദും ചൊല്ലി ജീവിച്ച് മരിച്ചുപോയ ആളാണെന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളെ കുറിച്ച് 3 പഠനങ്ങൾ നീ നടത്തണം. ഒന്ന്, അയാൾ അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തത്? അറിവില്ലായ്മ കൊണ്ട് ആരൊക്കെയോ പറയണ കേട്ട് പറ്റിപ്പോയതാണോ? അതല്ല മനഃപൂർവ്വം അതിൻ്റെ ആളാണോ? അങ്ങനെ ചില പരിശോധനകൾ നടത്തും. അങ്ങനെ ശിർക്കിൻ്റെ ആളാണ് എന്ന് ഇസ്ലാമിക കോടതിക്ക് മുഫ്തിമാർക്ക് ഉറപ്പായാൽ ആ മുഫ്തിമാർക്ക് ഇസ്ലാമിക കോടതി അനുവദിച്ചു കൊടുക്കും അയാൾ മുശ്രിക്കാണോ അല്ലേ എന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞാൽ ഓൻ്റെ അടുത്ത് ഖബറിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഓൻ്റെ ബാക്ക് തുടരാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ ഒരു മുശ്രിക്കിനോടുള്ള എല്ലാ എന്താ പറയുക, ശ്രദ്ധയും അവിടെ പാലിക്കണം. നമ്മുടെ നാട്ടിലത്തെ ആളുകൾ നമുക്ക് അങ്ങനെ മുദ്ര കുത്താൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല. ഇരിക്കട്ടെ, എന്തായാലും ഇതിന്റെ ഒക്കെ പിന്നിൽ ഒന്നാമത് പിശാചിന്റെ ഐഡിയ എന്ന് പറയുന്നത് ശിർക്കും കുഫ്റും ചെയ്യിപ്പിക്കലാണ് അല്ലേ? രണ്ടാമത് എന്താ പറയുക, ശിർക്കിൽ പിടുത്തം കിട്ടിയില്ലെങ്കിലേ പിശാച് പിന്നെ ചെയ്യുക ബിദ്അത്ത് ചെയ്യിപ്പിക്കാനാ. ശിർക്കിലുള്ള പിടുത്തം കിട്ടില്ല, ഓനെ ശിർക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. പിശാച് അതിൽ പരാജയപ്പെട്ട പിന്നെന്താ ചെയ്യിപ്പിക്കുക? ബിദ്അത്ത് ചെയ്യിപ്പിക്കും അല്ലേ? ഒരു മരിച്ച വീട്ടിൽ ചെന്ന് എല്ലാവരും യാസീൻ ഓതുമ്പോ നമ്മളെടുത്തൊന്ന് ഓതുക. കണ്ടോ, ഓലൊക്കെ ചെയ്യുമ്പോ നമ്മൾ ചെയ്യാതിരിക്കണം മോശല്ലേ എന്നാ ചില ആൾക്കാർ പറയുന്നത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഞാൻ അങ്ങനെ മുണ്ടാതിരുന്നാല്
ഈ എന്താണോ ഇങ്ങനെ ഈ ഇടിവെട്ടി വാങ്ങിക്കണത്, ആക്കുലായാലും അക്ക് ഇത്ര അലർജിയാ എന്നൊക്കെ ചോദിക്കും. അലർജി അല്ല, അവിടെ നബി പഠിപ്പിച്ചിട്ട്, അത് വിദഗ്ധാ, അവിടെ ഞാനല്ല. എന്നാലും നമ്മളെ കൊണ്ട് വല്ല വല്ല ചെയ്യിപ്പിക്കും. പിശാചിന്റെ കളിയാണ്, രണ്ടാമത്തെ റാങ്കുകാരാണത്. എന്ത് തന്നെയായാലും ബിദ്അത്തുകാരോടും ശിർക്കിന്റെ ആളുകളോടും നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ച വെച്ചിട്ടില്ല. അതിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സലഫികളൊക്കെ ഏതാണ്ടൊക്കെ വിജയിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മളെ പിടിക്കുന്ന ചില രംഗങ്ങൾ വരുന്നുണ്ട്. ഈ ആറാമത്തേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ എവിടേക്കോ പെടുന്നുണ്ട്. അതാ രസം. പിശാചിന്റെ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയാൻ, ഈ 6 രൂപത്തിലെ പിശാച് വേട്ടയാടിയതാണ്. പിന്നെ ഏതാ നിങ്ങള് ശിർക്കിലും ബിദ്അത്തിലും ഒന്നും പിടുത്തം കിട്ടിയില്ല. പിന്നെ അടുത്ത രൂപം എന്ന് പറയുന്നത് വൻപാവങ്ങൾ ചെയ്യിപ്പിക്കല. വൻപാവങ്ങളുടെ നേതാക്കന്മാർ 7 സബഉൽ മൂബിഖാത്ത്. വൻപാപങ്ങൾ ഇസ്ലാമിൽ 60-ലധികം വൻപാപങ്ങളുണ്ട്. പ്രത്യേകം ശിക്ഷ പഠിപ്പിച്ച ഒരു തിന്മയാണോ അത് വൻപാപമാണ്. മ്യൂസിക് വൻപാപമാണ്, കളവ് പറയ വൻപാപമാണ്. അതൊന്നും നിങ്ങൾ 7 വൻപാപത്തിൽ എവിടെ നോക്കിയാലും തിരിട്ട് തെരഞ്ഞാലും കാണൂല. എന്താ കാരണം? നുണ പറയുന്നവർക്ക് പ്രത്യേക ശിക്ഷ പഠിപ്പിച്ചിട്ടുണ്ട്. സംഗീതം സ്ഥിരമായി കേൾക്കുന്നവർക്കുള്ള ശിക്ഷ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വൻപാപൻ. ഈ വൻപാപങ്ങളിൽ പിശാച് ശിർക്കിലും ബിദ്അത്തിലും പിടുത്തം കിട്ടാത്തല കൊണ്ടുപോയി പെടുത്തും. ഇലയിൽ പെട്ടുകിടോന്ന് ആലോചിച്ചോളി, ഉണ്ട് വേഗം ഊരി രക്ഷപ്പെട്ടു. കാരണം മെല്ലെ മെല്ലെ മേലക്ക് എത്തിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞ തരങ്ങള് അതിലും പിടുത്തം കിട്ടിയില്ലെങ്കിലേ ചെറുപാപങ്ങൾ ചെയ്തു. എന്നിട്ട് അത് ചെയ്തിട്ട് ഓൻ എന്താ പറയാ? ആരാപ്പത് ചെയ്യാത്തത് അല്ലേ? ഇതെങ്കിലും ചെയ്യണ്ടേ? പൂർണ്ണമായിട്ടുള്ള സെൽഫി ഒന്നും വേണ്ട, കുറച്ചൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത കുറെ ആൾക്കാർ. ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റാണ്, ഹറാമാണ്, പക്ഷെ പ്രത്യേക ശിക്ഷ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അത് വാക്കിലും പ്രവൃത്തിയിലൊക്കെ വരും. അതുകൊണ്ടാണ് ആയിഷ ഉമ്മയോട് റസൂലുള്ളാഹി പറഞ്ഞത്, ചെറിയ പാപങ്ങൾ നീ ശ്രദ്ധിക്കണം. കാരണം അത് ചെയ്ത് 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 അവസാനം അത് വാരിക്കൂട്ടി നോക്കിയാൽ അത് വലിയൊരു പാപമായി മാറും. ഏതുപോലെ ഒരു വിശാലമായ മരുഭൂമിയിൽ, വൃത്തിയുള്ള മരുഭൂമിയാണ്, ഒറ്റ നോട്ടത്തിലൊന്നും കാണൂല. സഹാബിയോട് നബി പറഞ്ഞില്ലേ, നിങ്ങൾ എന്തേലും കാണണ്ടേ എന്നൊരു പെറുക്കി കൊടുന്നാണി. സഹാബിയോട് പറയണ, നബി ഒന്നും കാണല്ല. നബി പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചു നോക്കാണി. അപ്പൊ ചില ആൾക്കാരെ നോക്കിയപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൊമ്പിന്റെ കഷ്ണം കിട്ടി, ചില ആൾക്കാർക്ക് ഉണങ്ങിയ എല്ലിന്റെ കഷ്ണം കിട്ടി, ചില ആൾക്കാർക്ക് മൃഗങ്ങളെ പല്ല് കിട്ടി, ചില ആൾക്കാർക്ക് 1-2 ഇല കിട്ടി. എല്ലാവരും വാടെ ഓരോന്നോട് കൊടുന്നപ്പോൾ ഒരു ഫുഡ് പാകം ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടി എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് അത്ര ചെറിയ പാപങ്ങൾ, നോക്കിയേ കാണൂല. സലഫികൾ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഇനി അയിലും പിടുത്തം കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ കാര്യങ്ങള്? അനുവദിക്കപ്പെട്ട ഹലാലായ കുറെ കാര്യങ്ങളുണ്ടാവും, അയില് വല്ലാതെ ഇങ്ങോട്ട് നമ്മളെ സജീവാക്കും. ഹലാലല്ലേ? അയില് വല്ലാതെ ഇങ്ങോട്ട് ആക്റ്റീവാകും. ഹലാലുകളിൽ ഇങ്ങോട്ട് ആക്റ്റീവാക്കുക അല്ലേ? പ്രത്യേകിച്ച് പുണ്യൊന്നും ഉണ്ടാവില്ല, ഹലാലാണ് ഇസ്ലാമിൽ, തെറ്റല്ല. അയിമ ഇങ്ങോട്ട് ആക്റ്റീവാക്കുക. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ. പിന്നെ അടുത്ത മാർഗം എന്താ നിങ്ങള്? ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, ശ്രേഷ്ഠത കുറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ ശ്രേഷ്ഠത കുറഞ്ഞത് ചെയ്തുകൊണ്ട് അതുകൊണ്ട് നിർവൃതി അടയാ, ശ്രേഷ്ഠതയിലേക്ക് കണ്ണു നടൂല. ഒരു പിരിവുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്നവർക്ക് ശ്രേഷ്ഠത ഉണ്ട് അല്ലേ? അവസാനം കൊടുക്കുന്നവർക്ക് കൂലിയുണ്ട്. പക്ഷെ ആ കൂലി ആദ്യം കൊടുത്ത ആൾക്കാരെ കൂലി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ശ്രേഷ്ഠത നമ്മൾ എന്ത് ചെയ്യും? ബാക്കോട്ട് വലിക്കും. നമസ്കാരത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സഫ് ഏതാ? ഫസ്റ്റ് സഫ്. എന്നാലും കാണാൻ ഇങ്ങനെ കുയ്യാമ ഓണാരി ബാക്ക് അയ്യ നിന്നു അയാൾക്ക് സ്വർഗത്തൊക്കെ കഴിക്കണ പറയുന്നവർക്ക് അല്ലേ? ആ പുണ്യകരമായ കാര്യങ്ങളെ, ശ്രേഷ്ഠപരമായ കാര്യങ്ങളെ അതിന് ബാക്കോട്ടടിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അറിഞ്ഞറിയാതെ കിട്ടും. പിശാചിന്റെ തന്ത്രങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരെ നിങ്ങളുടെ മജറദ്ദം എന്നാണ്. അതായത് നമ്മളെ രക്തമോടുന്ന എല്ലാ സ്ഥലങ്ങളിലും പർവ്വതത്തോളം വലുതാകാനും ചെറിയ രൂപത്തിൽ ഈച്ചയോളം ചെറുതാകാനും പിശാചിന് കഴിയുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന് ഏറ്റവും കൂടുതൽ ഭയമുണ്ടാക്കുന്ന ഖുർആനിലെ ആയത്താണത്രേ ആയത്തുൽ കുർസി. അവനെ നമുക്ക് ശാരീരികമായി ഉപദ്രവിക്കാനോ പിടിക്കാനോ കഴിയില്ല. പക്ഷേ അദ്കാറുകളൊന്ന് ഖുതുബയിൽ പറഞ്ഞ അദ്കാറുകളുണ്ടല്ലോ, ആ അദ്കാറുകളും പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധവും നന്മയുടെ സദസ്സുകളിലുള്ള സജീവതയും നല്ല നല്ല ആളുകളുമായുള്ള കൂട്ടുകൂടലുമൊക്കെ പിശാച് നമ്മൾ അകറ്റിക്കളയും.
പിശാചിൽ നിന്ന് നമ്മൾ അള്ളാഹു അകറ്റി. അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും. എന്നാൽ എന്താ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അല്ലേ? ഇന്ന റബ്ബീന, തീർച്ചയായും എൻ്റെ റബ്ബാരാണ്. ലത്തീഫ്, എന്നോട് കനിവുള്ളവനാണ്. ലത്തീഫ് എന്ന് പറയുന്ന നാമം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് അല്ലേ? ലത്തീഫിന് കുറേ അർത്ഥങ്ങളുണ്ട്. സൂക്ഷ്മമായി കാണുന്നവൻ, അറിയുന്നവൻ. അതുപോലെ തന്നെ പിന്നെ കനിവുള്ളവൻ അർത്ഥത്തിൽ. ഇവിടെ കനിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ലിമായഷ, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ കനിവുള്ളവനാണെന്ന്. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അങ്ങനെയാണ് 100-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ്. ഈ ആയത്ത് ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി സൂറത്ത് യൂസുഫിലെ കഥ കഴിഞ്ഞു. കഥ ഇവിടെ അവസാനിക്കുക. ഇനി യൂസുഫ് നബിയുടെ ദുആ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ. തവഫനി മുസ്ലിമൻ അല്ല, അതിനിടയിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇത് ഒരുപാട് വിശാലമായ ആശയങ്ങളുള്ളതാണ്. കഥ കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഇനി കുറേ ക്ലാസ് നിർത്തണ്ട. കഥ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല. ഇതിൽ ഇനി വരുന്ന വചനങ്ങളിൽ നിന്ന് ഈ സൂറത്ത് കൈകാര്യം ചെയ്ത സന്ദേശങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചത്. എന്തായാലും ഈ 100-ാമത്തെ ആയത്തിൽ ഈ കഥ വരെ, ഇത് ഇപ്പോൾ 43-ാമത്തെ ക്ലാസ്സിലാണ്. ഇത്രയും ക്ലാസ്സുകളിൽ ഭംഗിയായി പങ്കെടുക്കാനും നല്ല രൂപത്തിൽ അതിനെ വിശദീകരിക്കാനും നമുക്ക് തൗഫീഖ് തന്ന റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ സംരംഭത്തെ കബൂലാക്കുമാറാകട്ടെ. നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും ഇവിടെ ചെലവഴിച്ച ഈ സമയവുമെല്ലാം നാളെ പരലോകത്ത് നന്മകൾക്ക് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി നമ്മുടെ നന്മയുടെ ലിസ്റ്റിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ഒരു നല്ല ആത്മാവിൻ്റെ ഉടമയായി, പാപരഹിതമായ മനസ്സിൻ്റെ ഉടമയായി, ഒരു മുത്മയിന്നയായ ആത്മാവായി, ഖൽബുൻ സലീമിൻ്റെ ഉടമയായി, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച റബ്ബിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ വിജയികളിൽ, സാധുക്കളായ പാപികളായ നമ്മെയും അല്ലാഹു ചേർക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. മാരകമായ പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. സാമ്പത്തികമായി ജോലിപരമായി ഒക്കെ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ ജോലി രംഗങ്ങളിൽ, സാമ്പത്തിക രംഗങ്ങളിൽ ഖൈറും ബറക്കാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ കടക്കണികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിലകപ്പെട്ടു പോയ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സ്വപ്നങ്ങളാണ്. അള്ളാഹു അവരിൽ നിന്ന് നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.